മാനിപ്പുലേറ്റീവായിട്ടുള്ള മനുഷ്യരെന്ന് ധാരാളം നമ്മുടെ സമൂഹത്തിൽ കൂടുകയാണ്. വീടുകളിൽ, സ്ഥാപനങ്ങളിൽ, സമൂഹത്തിലൊക്കെ എന്തിനെ മുതലെടുക്കുക, ഭയങ്കരമായിട്ട് പിന്നെ കുറ്റങ്ങൾ ആരോപിക്കുക, അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കുക, നല്ല സന്തോഷമുള്ള ദിവസങ്ങളെയൊക്കെ അലങ്കോലപ്പെടുത്തുക, പിന്നെ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കുക, നാടകം കളിക്കുക, കള്ളം പ്രചരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ, ഈ നെഗറ്റീവായിട്ടുള്ള മനുഷ്യരുടെ എണ്ണം സമൂഹത്തിൽ ഒരുപാട് കൂടുകയാണ്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് സമൂഹത്തിൽ ആളിക്കത്തുന്നത്, എത്ര പെട്ടെന്നാണ് അത് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, എത്ര ആവേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. മാധ്യമരംഗത്ത് പോലും ഇത്തരം രോഗികളുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയ രംഗത്ത് പോലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരു മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ഉള്ളിലെ പേടിയും, നമ്മുടെ ഉള്ളിലെ ആങ്സൈറ്റിയും, നമ്മുടെ ഉള്ളിലെ പിന്നെ അസ്വസ്ഥതകളും, ടെൻഷനും ഡിപ്രഷനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ പ്രതിഫലനങ്ങളായിട്ട് മാറുന്നത്. ഇത് തിരിച്ചറിയാനും ഇതിനെ തിരുത്താനും ഇതിനെ പിന്നെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ വളരെ രോഗാതുരമായൊരു സമൂഹമായിരിക്കും നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചു. അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് വിളിച്ചതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവർ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്ത്, വീട്ടിലും വന്ന് ജോലി ചെയ്ത്, കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അവരുടെ ഭർത്താവ് തൊടുന്നതിനും പിടിച്ചതിനും എല്ലാം അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും അവരെ എപ്പോഴും ശകാരിക്കുകയും എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അവരെന്നോട് പറഞ്ഞത്, ഓഫീസിൽ എൻ്റെ ഹസ്ബൻഡ് വളരെ പെർഫെക്റ്റാണ്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്, അദ്ദേഹം എല്ലാ കാര്യത്തിനും വഴക്കിടുകയും എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലമായിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഹെൽപ്പ് എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു, എന്താണ് പുള്ളിയുടെ ഒരു വിഷയം എന്താണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, പുള്ളിക്ക് ഓഫീസിലൊക്കെ വലിയ കോംപ്ലക്സാണ്, ഓഫീസിലൊക്കെ ആൾക്കാരുമായിട്ട് വലിയ ഈഗോയാണ്, ഓഫീസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജോലി ചെയ്യുന്നതിലൊട്ടും താല്പര്യമില്ല, അതുപോലെ തന്നെ പുള്ളിക്ക് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ പുള്ളിക്കുണ്ട്. പക്ഷേ ഓഫീസിൽ അതൊന്നും ആരോടും കാണിക്കാറില്ല. കാരണം പുള്ളിക്ക് അതിനുള്ള ധൈര്യമോ അല്ലെങ്കിൽ ഓഫീസിൽ അങ്ങനെ പുള്ളിയുടെ ഇഷ്ടക്കേടുകൾ പറയാനോ ഒന്നുമുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് അത് മുഴുവൻ വന്നിട്ട് വീട്ടിലാണ് തീർക്കുന്നത്. എനിക്ക് 2 കുട്ടികളുണ്ട്. കുട്ടികളോടൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഇടപെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. മാനസികമായിട്ട് അവർക്ക് സംഘർഷങ്ങളുണ്ട്, സ്ട്രെസ്സുണ്ട്, അതുപോലെ തന്നെ വലിയ ടെൻഷനുണ്ട്, വലിയ ആങ്സൈറ്റി ഉണ്ട്, ഭയങ്കര പേടിയുണ്ട്. പക്ഷേ പുറത്തു നിന്നൊന്നും കാണിക്കാതെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ഇതെല്ലാം അങ്ങ് പരിക്കേൽപ്പിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഈ പ്രകൃതം കൊണ്ട് കൂടെയുള്ളവരും കൂടി രോഗികളായി തീരുകയാണ് ചെയ്യുന്നത്. കോ ഡിപ്പെൻഡൻസി എന്ന് പറയും. അവർ കുട്ടികളെയും രോഗികളാക്കുന്നു, ഭാര്യയും രോഗികളാക്കി മാറ്റും, അല്ലെ ഭർത്താവിനെ രോഗിയാക്കി മാറ്റും. ഇത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല, ഓരോ വീട്ടിലെ സാഹചര്യത്തിൽ വ്യത്യാസമാണ്. ചില സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർ ആ ജോലിയെ ഇഷ്ടപ്പെടുന്നവരോ അതിൻ്റെ ഒരു മഹത്വം അറിയുന്നവരോ ഒന്നും ആയിരിക്കണമെന്നില്ല. അവരെന്ത് ചെയ്യുന്നു, സ്ഥാപനത്തിലൊക്കെ വന്നിട്ട് എപ്പോഴും സാഹചര്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുക, അവർക്കെതിരെ കേസ് കൊടുക്കുക. ചില സ്ത്രീകളൊക്കെ ഉണ്ട്, സ്ഥിരമായിട്ട് ഇങ്ങനെ പീഡനം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി പരാതി കൊടുക്കുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ ഒക്കെ പെട്ടവരാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. നമ്മുടെയൊക്കെ ലോജിക്കലായിട്ടുള്ള ചിന്തകളെയും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ യാഥാർത്ഥ്യബോധത്തെയും ഔചിത്യത്തെയും ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക. ഒരുപക്ഷെ ഇവരുടെ പ്രകടനം കണ്ടാൽ തോന്നും നമ്മളൊക്കെ എന്തോ വലിയ കുഴപ്പം ചെയ്തിട്ടിരിക്കുകയാണെന്ന് അവർ തോന്നിപ്പിക്കും. ആ തരത്തിൽ കാര്യങ്ങളെയൊക്കെ മനോഹരമായിട്ട് അവതരിപ്പിക്കുക, കഥകൾ മെനയുക, നാടകങ്ങൾ നടത്തുക. ഇപ്പോൾ ആരെങ്കിലും മേലധികാരി വിളിച്ച് എന്തെങ്കിലും ഒരു നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഉടൻ തന്നെ തലകറങ്ങി താഴെ വീഴുക, ബോധം കെടുക. ഇങ്ങനെയൊക്കെയുള്ള വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനി വേറെ ചില ആൾക്കാർ, ഇതൊക്കെ ഞാൻ ഓരോ ആൾക്കാരുടെയും കേസുകൾ എടുത്തിട്ടാണ് പറയുന്നത്. ചില ആൾക്കാർ വിളിച്ചില്ലെങ്കിലും ചില സ്ഥലത്തൊക്കെ ചെല്ലുകയും എന്നിട്ട് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുകയും ആൾക്കാരെ തമ്മിലടിപ്പിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും
ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിലൊക്കെ ഭയാനകമായ ഒരു കാര്യമാണ് ഈ അടുത്തിടയിൽ ഒരു മനുഷ്യൻ പറഞ്ഞത്, സാറേ ഈ വിശേഷ ദിവസങ്ങൾ പേടിയാണ്. വിശേഷ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മ അവിടെ അത് കലക്കിയിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് അവിടെ വരുന്ന ആൾക്കാരിലോ ഞങ്ങളിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അവിടെ വലിയൊരു വഴക്കുണ്ടാക്കുകയും വലിയ ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവർക്ക് ലൈം ലൈറ്റ് നിൽക്കണം. ഈ സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഇങ്ങനെ പ്രാധാന്യത്തിൽ നിൽക്കണം. അപ്പോൾ വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ 24 മണിക്കൂറും അവരിൽ മാത്രം ഇങ്ങനെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ അസ്വസ്ഥമാകുകയും അവർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവരവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുകയും പിന്നെ അത് അലങ്കോലപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ആ മനുഷ്യൻ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ ആഘോഷങ്ങളോ സന്തോഷമുള്ള ദിനങ്ങളോ വരുന്നത് തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. ഇത്തരത്തിലുള്ള മാനസിക അസ്വസ്ഥതകളുള്ള ധാരാളം ആൾക്കാർ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. ഇത് ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ളവർ അവരുടെ രോഗത്തെ അംഗീകരിക്കുകയോ അവരുടെ പോരായ്മകളെ മനസ്സിലാക്കുകയോ ചെയ്യത്തില്ല. അവരെപ്പോഴും മറ്റുള്ളവരിലായിരിക്കും കുറ്റം കണ്ടുപിടിക്കുക. അവരെപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, നിനക്ക് പിന്നെ ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് എന്താണ് പ്രോബ്ലം എന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ കുട്ടികളെ മാനസികമായി തളർത്തുകയും തകർക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മകൻ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ ഒരു അമ്മ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് അഡിക്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അവന് സ്കൂളിൽ നിന്ന് വരുന്നു, ഞങ്ങളോട് ആരോടും മിണ്ടത്തില്ല, മുറിക്കകത്ത് കയറി 24 മണിക്കൂർ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ട്യൂഷന് പോകത്തില്ല, പിന്നെ എല്ലായിടത്തും പ്രശ്നമാണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. അപ്പം ഞാൻ ഇവരോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാവധാനത്തിൽ തിരക്കാണ്. ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ഹസ്ബൻഡും ശരിയല്ല, അയാൾ പിന്നെ ഗൾഫിലാണ്, പിന്നെ കുറച്ച് പൈസ അയച്ചു തരുമെന്നേ ഉള്ളൂ, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചു വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പോൾ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അപ്പോൾ ഗ്രാൻഡ് പേരൻസൊക്കെ ഭർത്താവിൻ്റെ പേരൻസാണ്, അവരൊക്കെ വലിയ കുഴപ്പമാണ്. അങ്ങനെ അവർ എല്ലാവരെ പറ്റി മോശമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അസ്വസ്ഥയായ സ്ത്രീ ഒരു മകനെ വളർത്തുമ്പോൾ ആ മകന് വൈകുന്നേരം വീട്ടിൽ വന്ന് അമ്മയുമായിട്ടൊരു അരമണിക്കൂർ ചിലവഴിക്കാൻ യാതൊരു താല്പര്യവും കാണില്ല. അങ്ങനെ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു ടീനേജ് മകനെ സംബന്ധിച്ച് കുറേ കാലമൊക്കെ അവൻ പേടിച്ചിട്ടൊക്കെ ഇരുന്ന് പഠിച്ച് നല്ല രീതിയിലൊക്കെ വളർന്നു വന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ വിധം മാറി. കാരണം അവൻ സഹി കിട്ടും. അവന് വീട്ടിലും അമ്മയുമായിട്ട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. അവന് ആകെ താല്പര്യമുള്ളത് അവൻ്റെ അപ്പനോട് സംസാരിക്കാനാണ്. പക്ഷെ അപ്പന് വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ മകനെക്കുറിച്ചുള്ള മുഴുവൻ പരാതികൾ, അവനെപ്പറ്റി ഒരുപാട് കഥകളുണ്ടാക്കി ഈ അമ്മ അപ്പനെ ധരിപ്പിക്കുകയാണ്. എന്നിട്ട് അപ്പനെയും മകനെയും തമ്മിൽ വഴക്കിടിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം ഒരു എക്സ്പ്ലോയിറ്റീവ് നേച്ചറാണ്. ഇവിടെയൊക്കെ ആ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത്, ആ പയ്യനെ ഇതിനു മുമ്പ് 2 ഇടത്ത് കൊണ്ടുപോയി കൗൺസിൽ ചെയ്യിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കൗൺസിലേഴ്സ് പോലും കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ സ്ത്രീക്ക് വളരെയധികം പ്രോബ്ലംസ് ഉണ്ട്. അവർ കാര്യങ്ങൾ പറയും തോറും എനിക്ക് മനസ്സിലാകുന്ന ഒരു കൂടുതൽ അസ്വസ്ഥയായ ഒരു സ്ത്രീയാണ്. അവർക്ക് ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി ചില ആൾക്കാരുണ്ട് അമിതമായ ആത്മീയത ഒക്കെ ആയിട്ട് നടക്കും, ഒരു ഉത്തരവാദിത്വം എടുക്കത്തില്ല, ഭയങ്കര ഭക്തിയാണ്. ഇതെല്ലാം ഒരു അബ്നോർമാലിറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ അസ്വസ്ഥരായി ഭയത്തിൽ, ആങ്സൈറ്റിയിൽ, ടെൻഷനിൽ, സ്ട്രെസ്സിലൊക്കെ ജീവിക്കുന്നുണ്ട്. ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരെ അത് തിരിച്ചറിയാതെ ജീവിക്കുന്നുണ്ട്. ഇവരുടെ ഒരു കുഴപ്പം ഇവർ കൂടെയുള്ളവരെയും കൂടി കുഴപ്പത്തിലാക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഞാൻ പല പുരുഷന്മാരുടെയും കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, അവർ സ്ത്രീകളെ അവരെക്കാൾ മുമ്പേ രോഗികളാക്കി, ഒന്നിനും കൊള്ളാത്തവരാക്കി, ചിലപ്പോൾ അവരെ കൊന്നും കളയും. കാരണം അവരുടെ ആരോഗ്യം നമ്മൾ കാണിക്കുന്ന അസ്വസ്ഥതകളെല്ലാം അവരെയും കൂടി അസ്വസ്ഥമാക്കുകയും അവരുടെയും കൂടെ ആരോഗ്യം ഇല്ലാതാക്കുകയും ചെയ്യാണ്. കുഞ്ഞുങ്ങളെ അവർ നശിപ്പിച്ച് കളയും. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, മാതാപിതാക്കളുടെ മാനസിക ആരോഗ്യങ്ങൾ അവർ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മാനസിക ആരോഗ്യം കുട്ടികളുടെ കുറയും, ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ കുട്ടികൾ വഴിപഴിച്ചു പോവും, മോശപ്പെട്ടു പോകും. ഇതിനെല്ലാം കാരണങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളാണ്. പല വികസിത രാജ്യങ്ങളിലും ഒരു മെൻ്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കുണ്ട്. വീടുകൾ തോറുമൊക്കെ മാനസിക ആരോഗ്യം എങ്ങനെ ഉണ്ട് എന്നൊക്കെ അന്വേഷിക്കാനുള്ള ചില സമഗ്രമായ സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലത് വളരെ ആവശ്യമാണ്. ഒരുപാട് വീടുകളിൽ മാനസിക പ്രശ്നങ്ങളുണ്ട്, ആരും തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഒരു പ്രമുഖ സിറ്റിയിൽ നിന്ന് ഒരു സ്ത്രീ വിളിക്കുകയായിരുന്നു. അവർ സംസാരിക്കുമ്പോൾ മക്കളുടെ കുറ്റങ്ങളാണ്. മക്കൾ പഠിത്തത്തിൽ പ്രശ്നമാണ്, മക്കൾക്ക് പുറത്തിറങ്ങത്തില്ല, ആരുമായിട്ട് സംസാരിക്കത്തില്ല. പറഞ്ഞു വരുമ്പോഴെന്താണ്, ഇത് തന്നെയാണ് അവിടുത്തെ അച്ഛൻ.
ആ അച്ഛൻ്റെ പ്രശ്നങ്ങളെല്ലാം അച്ഛൻ പരിഹരിക്കാതിരിക്കുകയും അതമ്മ ഒരു പരിധി വരെ പുറത്ത് പറയാതിരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഇതിപ്പോൾ കുട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. കുട്ടികളും അങ്ങനെ ആയി മാറി. അവർക്കൊന്നും ഒരു സോഷ്യൽ, ഇത്തരം ആൾക്കാരിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് നല്ല സൗഹൃദങ്ങൾ കാണില്ല. ഈ മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അളവുകോലാണ് അവർക്ക് സൗഹൃദങ്ങൾ കാണില്ല, അവർക്ക് സാമൂഹികപരമായ ബന്ധങ്ങൾ കുറവായിരിക്കും, എപ്പോഴും അവരെല്ലാത്തിനെയും കുറ്റം പറയുന്നവരായിരിക്കും, എവിടെയോ ഒരു പ്രശ്നം കണ്ടെത്തുന്നവരായിരിക്കും. അതിലൊക്കെ ഉപരിയായിട്ട് അവർക്ക് സാമൂഹികപരമായ ഒരു ആരോഗ്യപരമായ ജീവിതം ഉണ്ടാവില്ല, മനുഷ്യരെ അവർക്ക് പൊതുവേ ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. അതാണ് കുഴപ്പം. ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒറ്റതിരിഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അത് പ്രശ്നമില്ല. ഇന്നിപ്പോൾ ഇത്തരം ആൾക്കാർ വർദ്ധിച്ചു വരികയാണ്. വിവാഹ ജീവിതങ്ങളൊക്കെ പരാജയപ്പെടുന്നതിനൊരു പ്രധാന കാരണം ഇതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുന്ന ഒരു പോയിന്റ്, നമ്മൾ സമഗ്രമായി കുട്ടികളെ വളർത്തുകയും അവരുടെ മാനസികാരോഗ്യ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിക്കുകയൊക്കെ ചെയ്യണം. സ്കൂളുകളിലൊക്കെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യം മാതാപിതാക്കൾക്ക് നല്ല മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള നല്ല ഗൈഡൻസൊക്കെ കൊടുക്കുക, കുട്ടികളൊക്കെ എങ്ങനെ വളർത്തണമെന്നും അവർ തന്നെ സ്വയം എങ്ങനെ മാറണമെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ പറ്റുന്ന പരിശീലനങ്ങളൊക്കെ സ്കൂളുകളിലും മത സ്ഥാപനങ്ങളിലുമൊക്കെ ഒന്ന് സംഘടിപ്പിച്ചാൽ വലിയ മാറ്റങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് കണ്ണൂരിൽ ഒരു മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു വൺ ഡേ പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാൻ, സാറേ ഇതിനൊക്കെ മാതാപിതാക്കൾ വരുമോ എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല, പക്ഷെ ഞാൻ എന്തായാലും അത് സംഘടിപ്പിച്ചിരിക്കുകയാണ്, കാരണം അതിൻ്റെ നീഡ് എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിൽ സംബന്ധിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു കാര്യം, വ്യക്തിപരമായി സ്വയം ഒന്ന് തിരുത്താനും സ്വയം ഒന്ന് വർദ്ധിക്കാനും സ്വയം ഒന്ന് രൂപാന്തരപ്പെടാനും അവസരം കിട്ടും. മാതാപിതാക്കളെന്ന നിലയിൽ നമ്മളിലുണ്ടാകുന്ന വർധനയും രൂപാന്തരവും മെച്ചപ്പെടലും നമ്മുടെ കുഞ്ഞുങ്ങളിൽ വലിയ ആസ്തിയായി മാറും, ഒരു സംശയമില്ല. എല്ലാവർക്കും സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു. ഹാപ്പി ലിവിങ്.